അപ്പോൾ ഈ വർഷത്തെ IPL മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. അതായത് 2026 19ാമത്തെ സീസണാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ 18 വർഷമായിട്ട് ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി മാത്രം കളിച്ച്, അതായത് 18ാമത്തെ സീസൺ കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായിട്ടുള്ള നമ്മുടെ വിരാട് കോഹ്ലിയുടെ RCBയും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് തമ്മിലാണ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. ഹൈദരാബാദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ വാലറ്റം വരെ, അതായത് ബാറ്റിങ്ങിലും അതുപോലെ ബോളിങ്ങിലും അതിശക്തരായ ഒരു ടീമായിട്ടാണ് ഇപ്രാവശ്യം ഹൈദരാബാദ് വന്നിട്ടുള്ളത്. എന്നാൽ സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ ടീം എന്ന് പറഞ്ഞാൽ ആ ഒരു ടീമിന്റെ ബാലൻസിംഗ് ആണ് നമ്മൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത്. ടീമിന് ഈ വർഷം, അതായത് ടീമിന്റെ ബാലൻസിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പണിംഗ് സ്ലോട്ട് മുതൽ അതായത് ബോളിംഗ് വരെ ഓൾറൗണ്ട് മികവിലുള്ള ഒരുപാട് പ്ലേയേഴ്സിനെ അടക്കം നമ്മൾ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വെങ്കടേഷ് അയ്യറെ പോലുള്ള കളിക്കാരെ കൂടി എത്തിച്ചതോടെ RCBയുടെ ലൈനപ്പ് വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹൈദരാബാദിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അതൊരു മാനപ്പടക്കത്തിന് തിരികെ കൊടുത്ത പോലുള്ള അവസ്ഥയാണ്. ആ ഒരു ടീമിന്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 300-350 വരെ റൺസ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പുള്ള ടീമാണ് നമ്മുടെ ഹൈദരാബാദ്. അപ്പോൾ എന്തായാലും ഇന്ന് ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ആര് വിജയിക്കും അല്ലെങ്കിൽ ആർക്ക് പരാജയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരാധകരുടെ പിന്തുണയുള്ള രണ്ട് ടീമുകൾ തമ്മിലാണ് ഇന്ന് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ, അതായത് 18ാം നമ്പർ ജേഴ്സിക്കാരൻ 18 വർഷം കാത്തിരുന്ന് 18ാമത്തെ വർഷം IPL കിരീടം ചൂടിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം ആ കപ്പ് നിലനിർത്താൻ തന്നെയായിരിക്കും നമ്മുടെ സാക്ഷാൽ വിരാട് കോഹ്ലിയും ടീം ഇന്ന് കളത്തിലിറങ്ങുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് മറുഭാഗത്തുള്ള ബാറ്റിംഗ്, അതായത് വെടിക്കെട്ട് വീരന്മാർ 2016 ശേഷം അവർക്കും കപ്പെടുക്കണമെന്ന അതിയായ ആഗ്രഹമായിട്ടാണ് ഹൈദരാബാദ് വന്നിട്ടുണ്ടാവുക. ഏതായാലും നമുക്ക് നോക്കാം ഈ ഒരു വർഷം ആരായിരിക്കും IPL മുന്നോട്ടേക്ക് പോവുക, ആരാണ് കപ്പ് കൊണ്ടുപോവുക, ഈ കപ്പ് ആര് തൂക്കും എന്ന കാര്യത്തിൽ നമുക്ക് ചർച്ചകൾ ഇനി വരുന്ന 1.5 മാസത്തോളം ഉണ്ട്. നമുക്ക് എല്ലാ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എന്തായാലും IPLലുള്ള ഓരോ അപ്ഡേഷനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വീഡിയോസും കൂടുതൽ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.